ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 26. സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം. ദൈവം മോശയോട് എങ്ങനെ സംസാരിച്ചു? ഒരു ദൂതൻ മുഖാന്തരം. പുതിയ നിയമത്തിൽ ദൈവശബ്ദം കേട്ടത് യഥാർത്ഥത്തിൽ 3 പ്രാവശ്യമാണ്. ആദ്യമായി അവൻ യേശുവിനെ കുറിച്ച് സംസാരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം. അടുത്തതായി ദൈവം സംസാരിച്ച ഏക അവസരം രൂപാന്തരമലയിൽ ശിഷ്യന്മാരെ ചുറ്റി മേഘം നിൽക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറയുന്ന ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. വീണ്ടും ദൈവശബ്ദം ഒരു ഭയങ്കര ഫലം ഉളവാക്കിയിരുന്നു. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കി നോക്കിയപ്പോൾ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. തിരുവചനത്തിലുടനീളം ദൈവശബ്ദമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തികച്ചും ശരി തന്നെ. എന്നാൽ സംസാരിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. ഒരു ദൃഷ്ടാന്തം പറയാം. പ്രവാചകന്മാർ കേട്ട ശബ്ദം പിതാവിന്റെയോ പുത്രന്റെയോ അല്ല, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. ദൈവശബ്ദം കേട്ടറിയുന്നതിനെ കുറിച്ച് യെശയ്യാവ് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ യഥാർത്ഥത്തിൽ സംസാരിച്ചത് ആരായിരുന്നു? അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശബ്ദമായിരുന്നുവോ? അതോ ഭൂപരപ്പിലുണ്ടായിരുന്ന യഹോവയുടെ ശബ്ദമായിരുന്നോ? പരിശുദ്ധാത്മ ശബ്ദം. അത് മനസ്സിലാക്കാൻ ഈ ഭാഗം അപ്പോസ്തോല പ്രവർത്തികളിൽ ഉദ്ധരിച്ചിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പൗലോസ് റോമയിൽ ചേകവന്റെ സൂക്ഷിപ്പിലായിരിക്കുമ്പോൾ പ്രസംഗിച്ച ഭാഗം. അപ്പോസ്തോല പ്രവർത്തികൾ 28-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആരാണ് ഈ വാക്കുകളിൽ ഉരുവിട്ടത്? യെശയ്യാവ് യഹോവയായ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു എന്ന് പൗലോസ് സമർത്ഥിക്കുന്നു. പുതിയ നിയമം പഴയതിനെ വ്യാഖ്യാനിക്കുകയാണെന്ന് ഓർക്കണം. ഇതാ മറ്റൊരു ഉദാഹരണം. യിരെമ്യാവിന്റെ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം 33-ാം വാക്യം. യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞാണ് യിരെമ്യാവ് പ്രവചിക്കുന്നത്. എന്നാൽ ഈ തിരുവഴുത്തിന്റെ ഉത്ഭവം ശരിക്കറിയണമെങ്കിൽ നിങ്ങൾ എബ്രായ ലേഖനം വായിക്കണം. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു എന്ന് കർത്താവിന്റെ അരുളപ്പാട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആരാണിത് അരുളി ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് തന്നെ. അവൻ നമുക്ക് സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ അത് മുന്നമേ പറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ യഹോവ? പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയതോടെ അഗാധമായ ഒരു വ്യത്യാസം എൻ്റെ ആത്മീയ ജീവിതത്തിന് സംഭവിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള ജനലക്ഷങ്ങൾ പരിശുദ്ധാത്മാവ് ശക്തിയിൽ താണ ഒരു ദൈവമാണ് എന്ന് എങ്ങനെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവന്റെ നാമം 3ാമതായി ഉച്ചരിക്കപ്പെടുന്നതുകൊണ്ട് അവൻ യഥാർത്ഥത്തിൽ ദൈവം തന്നെയോ എന്ന് ശങ്കിക്കുന്നവരുമുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവം തന്നെ എന്ന സത്യത്തിൽ നാം എത്തിച്ചേർന്നേ മതിയാവൂ. യേശുക്രിസ്തുവിനേക്കാൾ താണ ദൈവമല്ല പരിശുദ്ധാത്മാവ്. പിതാവിനേക്കാളും താണവനല്ല പരിശുദ്ധാത്മാവ്. പിതാവിനെ പോലെയും പുത്രനെ പോലെയും പരിശുദ്ധാത്മാവ് ദൈവം തന്നെ. യഹോവ എന്ന നാമം ത്രിയേക ദൈവത്തിന്റെ നാമമാണ്. അത് ഒരാൾക്ക് മാത്രമുള്ളതല്ല. പിതാവ് യഹോവ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവും യഹോവ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവം സംസാരിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 12 ശിഷ്യന്മാരെ ദൗത്യവുമായി അയച്ചപ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
വെളിപ്പാട് പുസ്തകത്തിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ള വേദഭാഗമാണല്ലോ ഇത്. നാം കേൾക്കേണ്ടതും ആരുടെ ശബ്ദമാണ്? ആത്മാവിന്റെ ശബ്ദം തന്നെ. യേശുക്രിസ്തു സംസാരിച്ചതും പരിശുദ്ധാത്മാവിനെ കൂടാതെയല്ല. യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണല്ലോ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തു. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം. യേശു ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തതും പാപബലിയായി തന്നെത്താൻ അർപ്പിച്ചതും ആത്മാവിനാലായിരുന്നു. ഇപ്പോൾ അത് വ്യക്തമാകുന്നില്ലേ? സ്വർഗത്തിന്റെ ആലോചന നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾക്കുള്ള ദൈവശബ്ദമാണ് ദൈവാത്മാവ്. ശരി, എന്നോട് സംസാരിച്ചത് ദൈവമാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. അതെ, തീർച്ചയായും അത് ദൈവം തന്നെ. അത് പരിശുദ്ധാത്മാവാം ദൈവമായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനാൽ സംസാരിച്ചു. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പിതാവായ ദൈവവും ശ്രവ്യ ശബ്ദത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചാൽ എന്ത് ഭവിക്കുമെന്ന് സങ്കല്പിക്കാമല്ലോ. അത് നിങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നതല്ല. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യേശുവിന്റെ ശബ്ദം കേൾപ്പാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് പോലും ഞാൻ ശങ്കിക്കുന്നു. യോഹന്നാൻ അത് കേട്ടപ്പോൾ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് പിതാവിന്റെയും പുത്രന്റെയും ശബ്ദത്തെ ശാന്തവും മനോഹരവും പൂർണ്ണ സൗഖ്യവുമാക്കി തീർക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമെന്ന് മനസ്സിലാക്കി അവനെ ദൈവമായി മാനിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങിയ നാഴിക മുതൽ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി തുടങ്ങി. അതിനുശേഷം അപ്രധാനമായ വ്യക്തിയായോ ബലഹീനവും മൂടലിൽ പൊതിഞ്ഞു മൂലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായോ ഞാൻ പരിശുദ്ധാത്മാവിനെ വീക്ഷിച്ചിട്ടില്ല. അതിനുശേഷം പിതാവായ ദൈവവും പുത്രനായ ദൈവവും മാത്രമായിരുന്നില്ല എൻ്റെ ആരാധനാ ലക്ഷ്യം. വീണ്ടും ഞാനത് പറയാം. പരിശുദ്ധാത്മാവ് ദൈവം തന്നെ. ഗാംഭീര്യത്തിലും ശക്തിയിലും മഹത്വത്തിലും നിത്യതയിലും എല്ലാം അവൻ ദൈവം തന്നെ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യേശു എന്തു പറയുന്നു? അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. എന്താണ് അവൻ കേൾക്കുന്നത്? വലിയവനായ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും കേട്ട് നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു. എന്നാൽ അവൻ സംസാരിക്കുമ്പോൾ പിതാവ് സംസാരിക്കുന്നു എന്ന് പറയാറില്ല. അവൻ പറയുന്നത് ഞാൻ സംസാരിക്കുന്നു എന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്പോഴും ഐക്യതയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്.